ഇത് ഇവിടുന്ന് കുത്തനെ കയറ്റാട്ടോ. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറി 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 പോകണം. നമ്മൾ നേരത്തെ ഒരു ഇൻട്രോ എടുത്ത സ്ഥലമല്ലേ, അവിടുന്ന് ആ ഒരു ഭാഗത്തു കൂടെ കയറി വരുന്നവരാട്ടോ ഇല്ലേ നിൽക്കുന്ന സ്റ്റാച്ചു. നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് നേരെ നോക്കുന്ന ടൈമിൽ. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ മറ്റേ ആരാനത്തെ പ്രാന്തൻ്റെ സ്റ്റാച്ചു കാണാം. സോ ഫ്രണ്ടിലൊക്കെ ഇവിടുന്ന് അതാ നമ്മളാ കയറിയത് ഇവിടുന്ന് കാണാം കേട്ടോ. നോക്കിയേ, ആ സ്റ്റെപ്പൊക്കെ ഇവിടുന്ന് കാണാം. എന്നും നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെയല്ല, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കാട് പോലത്തെ ഒരു പ്രദേശത്താണ്. നിങ്ങൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നാരായണത്ത് പ്രാന്തൻ മല അതുപോലെ കല്ല് ഉരുട്ടിക്കൊണ്ടിട്ട് മേലെ തട്ടിയിട്ടിട്ട് അട്ടടിച്ച് ചെറിച്ച ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ നാട് തന്നെയാണ്. ഇവിടെ ഇന്ന് മലകയറ്റാണ് കേട്ടോ, നാരായണത്ത് പ്രാന്തൻ മലയുടെ മലകയറ്റാണ്. ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്, മൊത്തം ക്രൗഡാണ്. അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കി, ഒരു കാട് പോലത്തെ മൊത്തം പൊന്തിയും കട കുടിച്ച് നടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മല ഞാൻ കയറി പകുതിയോളം വന്നു, ആകെ ടയർഡായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ കയറിയതാണ്. സോ അവിടെ മുഴുവൻ ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം, ഇവിടുന്ന് കാണാനുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ക്ഷേത്രത്തിനകത്ത് നമ്മളിത് നടുവട്ടം ഭാഗത്തു നിന്നാണ് കയറിയത്. ഇപ്പോൾ അധികം ക്രൗഡില്ല, ക്രൗഡൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കുറേ കച്ചവടക്കാർ കാണാം. എന്തായാലും നമുക്കിനി ഇങ്ങനെ നേരെ പോകണം കേട്ടോ. ഓക്കെ, എന്തായാലും ഇതുവരെ വന്നില്ല, നമുക്ക് ആ മലയുടെ മുകളിൽ കയറിയിട്ട് കണ്ടേച്ചിട്ട് വരാം. നമ്മളിപ്പോൾ കയറാൻ പോകുന്നേ ഉള്ളൂ. കയറാൻ പോകുന്നതിന് മുന്നേ തന്നെ പോയി. ഇത് ഇവിടുന്ന് കുത്തനെ കയറ്റാട്ടോ, കാരണം ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കയറി 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 പോകണം. ഇത് ഇവിടുന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ 3 പ്രാവശ്യമൊക്കെ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട്, 3-4 പ്രാവശ്യം. പക്ഷേ ഇങ്ങനെ ഈ മല കയറുന്ന ദിവസമല്ല വന്നിട്ടുള്ളത്. ഇത്ര ക്രൗഡ് ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ അറിയുന്നത്. പക്ഷേ ഇങ്ങോട്ട് കയറുന്ന വഴിക്കില്ല, നമ്മൾ കയറുന്ന വഴിക്ക് അത്ര ക്രൗഡ് കാണാനില്ല. വരുന്ന വഴി ആ ഒരു ഭാഗത്തായിരുന്നു കൂടുതൽ ക്രൗഡ്. രാവിലെ കയറി ഇറങ്ങണതേ. ഓക്കെ, അയ്യോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴും സ്റ്റെപ്പൊന്നും കയറി കഴിഞ്ഞിട്ടില്ല, ഇനിയും എത്ര കയറാനാണ്. പക്ഷെ ഒന്നാമത് വെയിലുണ്ട് നല്ല, അതുകൊണ്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ കയറി വന്നപ്പോഴേക്കും ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. നോക്കിയേ, ആ ഒരു ഭാഗം കാണാനൊക്കെ എന്താ ഭംഗി നോക്കിയേ. സോ കുഴഞ്ഞടാ, ഈ ഒരു സ്റ്റെപ്പ് കയറി വന്നപ്പോഴത്തേക്കും ആ കുഴഞ്ഞു. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാണ്ട് തന്നെ, ചിലപ്പോൾ ഇനി മേലെ കയറണുള്ളൂ. വയ്യ, ഇത് എവിടെയൊക്കെ നോക്കിയേ. ശ്രദ്ധിക്കുക, പുളയങ്കാവ് തെരുവിൽ നിന്ന് വന്ന അച്ചു, അബി, ജെറി, ഉമ്മ എന്നിവരെ കാത്ത് വിശ്വരാജ്, അച്ചു എന്നിവർ മൈക്ക് പോയിന്റ് കാത്തു നിൽക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പുളയങ്കാവ് തെരുവിൽ നിന്ന് വന്ന അച്ചു, അബി, ജെറി, ഉമ്മ എന്നിവരെ കാത്ത് വിശ്വരാജ്, അച്ചു എന്നിവർ വിളിച്ചു പറയുന്ന മൈക്ക് പോയിന്റ് കാത്തു നിൽക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭക്തജനങ്ങൾ ഏവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തിക്കിലും തിരക്കിലും പെട്ട് നിങ്ങളുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മേലെ എത്തിയിട്ടുള്ളൂ കേട്ടോ. മേലെ എത്തിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നൗഫലും മറ്റേ ബ്രോ അവരൊക്കെ കയറുന്നുള്ളൂ, അവരിവിടെ എത്തിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ അവരെത്തുന്ന നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഗൈസ്. ആ വന്ന ക്ഷീണത്തിൽ കുറച്ച് നേരം നിന്ന് അവിടെ പോയിട്ട് ഇരുന്നിട്ട് അവിടെ നല്ലൊരു തണുപ്പുള്ളൊരു ഏരിയയാണ് ആ ഒരു ഭാഗത്ത്, ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ വന്നത് ഇപ്പോഴാണ് ഒന്ന് റെഡി ആയിട്ട് ഇവിടെ വന്നത് നിൽക്കുന്നത്. അത്രയും സ്റ്റെപ്പ് കയറിയത് ആകെ ടയർഡായി. ഇതാണ്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതൊക്കെ ബുക്കിലും പിന്നെ മറ്റ് നമ്മൾ ഫോണിലൊക്കെ കണ്ടിട്ടുള്ള ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ഇതാണ് നാരായണത്ത് ഭ്രാന്തൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് കുറേ കഥകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടുത്തെ ആ ഒരു ക്രൗഡൊന്നും മാറ്റം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലാം. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ ഈ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ രാവിലെ വന്നാൽ ഭയങ്കര രസമാണ് ഇവിടെ രാവിലെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കാനൊക്കെ. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ പറഞ്ഞത് അത്രയും അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ചില ടൈമിൽ. ഇപ്പോൾ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഇതെൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല ഇങ്ങോട്ട്. സോ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് നോക്കിയോട്ടെ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ഇൻട്രോ എടുത്ത സ്ഥലമില്ലേ, അവിടുന്ന് ആ ഒരു ഭാഗത്തു കൂടെ കയറി വരുന്നവരാട്ടോ ഇല്ലേ നിൽക്കുന്ന സ്റ്റാച്ചു. ഗൈസ്, ഞങ്ങളിതാ രണ്ടാം പാടായിട്ട് വന്നു. ഞാനുണ്ട്, നൗഫൽക്കുണ്ട്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇവിടുന്ന് നേരെ നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ മറ്റേ ഇതിനെ എന്തായാലും പറയാം നാരായണത്ത് ഭ്രാന്തൻ്റെ സ്റ്റാച്ചു ആണ്. സോ ഫ്രണ്ടിലൊക്കെ ഓക്കെ, ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേകിച്ച് കണിക്കല്ലെന്ന് തോന്നുന്നു. പിന്നെ താഴത്തെ എന്തൊക്കെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഗുഹ അങ്ങനെ എന്തൊക്കെ അങ്ങനെ ഇരുന്നിരുന്ന ഗുഹ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. സോ അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ വരും. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ വരുമ്പോഴുള്ള ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി. ഇവിടെ ഒരുപാട് ബുക്കുകളൊക്കെ കാണാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും കുറേ ബുക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. എന്തായാലും നമ്മൾ ഇനി ഇറങ്ങാൻ നിൽക്കട്ടെ. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതാണ് അമ്പലം. ഇവിടെ അമ്പലവുമായി ബന്ധപ്പെട്ട വഴിപാട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. സോ എന്തായാലും ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്ന വഴി അല്ല, വേറൊരു വഴി കൂടിയാണ് ഇറങ്ങാനുള്ളത്. അതായി നോക്കി നടക്കണേ. ഞാൻ നോക്കിയിട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് അതാ നമ്മളാ കയറിയത് ഇവിടുന്ന് കാണാം കേട്ടോ. നോക്കിയേ, ആ സ്റ്റെപ്പൊക്കെ ഇവിടുന്ന് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാനൊരു പാടത്ത് കൂടെ നടക്കുകയാണ്. ഇനി എന്തായാലും നേരെ വീട്ടിലേക്ക് പോവുകയാണ്. സംഭവം ഞാൻ അതിൻ്റെ മുകൾക്ക് കയറാൻ വിചാരിച്ചതല്ല, പക്ഷേ കുറച്ചാണ് കയറി. പിന്നെ എന്തായാലും കയറാമെന്ന് കരുതിയിട്ട് അങ്ങനെ കയറിയാണ്. പിന്നെ ഒന്നാമത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു മേലത്തെ ഭാഗം മാത്രം കാണിക്കാതെ ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് മൊത്തത്തിൽ കാണിച്ചത്. ഭയങ്കരമായിട്ട് ടയർഡായി. അപ്പോൾ ഇനി എന്തായാലും വീട്ടിൽ പോട്ടെ കേട്ടോ. ഓക്കെ, മാക്സിമം ഈ വീഡിയോ എല്ലാവരും 4K തന്നെ കാണാൻ ശ്രമിക്കാം. അതുകൊണ്ട് 4Kയിൽ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. സോ അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.